Welcome you of IELTS UKVI word order and sentence structure. This is me Devika from Tiju's Academy, Thiruvalla. So I hope all are going good, all your preparations are doing well. So എല്ലാ IELTS ആസ്പിറൻസും എല്ലാ സ്റ്റുഡൻസും അവരുടെ പ്രിപ്പറേഷൻസായി മുന്നോട്ട് പോവുകയാണ്. നമുക്കതിൽ ഒരു സക്സസ് അറ്റൈൻ ചെയ്യണമല്ലേ. സോ വൺ കമൻറ്റ് ഈസ് റിസീവ്ഡ്. ഗുഡ് മോർണിംഗ് ജോണി. So very happy to see you in this live session. സോ നിങ്ങളുടെ എല്ലാവരുടെ ഈ ഒരു സപ്പോർട്ട് എൻകറേജ്മെൻ്റ് ആണ് നമ്മളുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. സോ എല്ലാവരും തന്നെ മാക്സിമം ആ ഒരു പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ എല്ലാം ആ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ IELTS UKVI നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വേർഡ് ഓർഡർ ആസ് വെൽ ആസ് സെൻറ്റൻസ് സ്ട്രക്ചറാണ്. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്, ഹൗ ടു കൺസ്ട്രക്റ്റ് എ സെൻറ്റൻസ് പെർഫെക്റ്റ് അല്ലേ. ബിക്കോസ് ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ടല്ല കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെ അത്രത്തോളം എഫക്റ്റീവ് ആവാൻ നമുക്ക് സാധിക്കില്ല. സോ നല്ലൊരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സ്പീക്കർ അതേപോലെ ആ ഒരു ലിസണറും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല ആക്റ്റീവായിട്ട് വളരെ ഇഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനും വളരെ അത്രത്തോളം ക്ലാരിറ്റി വേണം അല്ലേ, അത്രത്തോളം വ്യക്തമായിരിക്കണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ അവിടെ പോസിബിൾ ആണെങ്കിൽ you have to convey that sentence with the correct grammar, correct word order, you have to follow the correct word order as well as correct sentence structure. സെൻറ്റൻസ് സ്ട്രക്ചറും വേർഡ് ഓർഡറും അതേപോലെ നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ് സം മോർ ടൈം ഫോർ അതേഴ്സ് ടു ജോയിൻ. Okay, so let's start today's live session. So once again, I welcome you all for today's live session of IELTS UKVI word order and sentence structure. Okay, so today we are going to discuss, okay, one more comment is received. Good morning, Aishwarya. Okay, so today we are going to discuss 7 key sentence structure rules in IELTS. സോ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 7 key elements അല്ലെങ്കിൽ 7 key sentence structure rules in IELTS. IELTSലെ 7 key sentence structure റൂൾസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 1 by 1 ആയിട്ട് നമ്മൾ ഏതൊക്കെയാണ് ആ ഒരു 7 key sentence structure റൂൾസ് എന്നാണ് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഒരു സെൻറ്റൻസ് ഫോം ചെയ്യണമെങ്കിൽ അതിനൊരു കറക്റ്റ് ഒരു ഗ്രാമർ കൺവേ ചെയ്യണം അല്ലേ. ആ ഒരു ഗ്രാമർ കറക്റ്റായിട്ട് കൺവേ ആവണമെങ്കിൽ കറക്റ്റ് വേർഡ് ഓർഡർ അതേപോലെ കറക്റ്റ് ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ വി ഹാവ് ടു മെയിൻറ്റെയിൻ ഓർ വി ഹാവ് ടു ഫോക്കസ് ഓർ ഫോളോ വൈൽ കൺവേയിങ് എ സെൻറ്റൻസ് ടു അനദർ പേഴ്സൺ. ഓക്കെ, സോ ഏതൊക്കെയാണ് ആ ബേസിക് ആയിട്ടുള്ള മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട 7 key sentence structure rules. Okay, so I think this slide is visible for you. So ഈ ഒരു സ്ലൈഡിൽ, ഈ ഒരു പെർട്ടിക്കുലർ സ്ലൈഡിൽ നമുക്ക് 7 sentence structure rules ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. So the heading itself, 7 sentence structure rules you need to get a higher IELTS score. എല്ലാ IELTS ആസ്പിറൻസിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് അവർക്ക് പറ്റുന്ന മാക്സിമം അല്ലേ നല്ലൊരു IELTS സ്കോർ. IELTS നമുക്ക് ക്രാക്ക് ചെയ്യുന്നതിലുപരി നല്ലൊരു IELTS സ്കോറോടുകൂടി, നല്ലൊരു ബാൻഡോടുകൂടി തന്നെ IELTS ക്രാക്ക് ചെയ്യുക, അതായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം അല്ലേ. സോ ആ ഒരു ഹയർ IELTS സ്കോർ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം, എങ്ങനെ അറ്റൈൻ ചെയ്യാം, സോ അതിന് ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ആ ഒരു 7 sentence structure റൂൾസ് ഏതൊക്കെയാണ്. സോ ഈ ഒരു 7 sentence structure റൂൾസ് അല്ലെങ്കിൽ ഈ ഒരു 7 key points നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരിക്കലും എക്സ്ക്ലൂസീവ്ലി ഫോർ റൈറ്റിംഗ് മാത്രമല്ല, IELTS റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും മെയിൻലി നമ്മൾ ഈ 2 മൊഡ്യൂൾസിനും പെർട്ടിക്കുലർലി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള 7 key elements കൂടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്ലൈഡിൽ വിസിബിൾ ആയിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ദിസ് സിമ്പിൾ ആസ്പെക്റ്റ്. The first key element or the first key rule to make a perfect sentence structure is the simple aspect, and the second one is the simple past and present perfect verb tenses. Okay,
And the third one is the passive voice. Fourth one, modal verbs. Fifth one, the definite article. Sixth one, comparing adjectives. And the seventh one, watch out for frequent spelling mistakes. Okay, so these are the 7 key rules for making a perfect sentence structure. All the 7 sentence structure rules you need to get a higher IELTS score. ഓക്കെ, സോ ഇന്ന് നമ്മൾ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദ സിമ്പിൾ ആസ്പെക്ട്. ദ ഫസ്റ്റ് കീ എലമെൻ്റ് ആണ് നമ്മൾ ഇന്ന് മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ദറ്റ് ഈസ് ദ സിമ്പിൾ ആസ്പെക്ട്. എന്താണ് ദ സിമ്പിൾ ആസ്പെക്ട്? വാട്ട് ഈസ് എ സിമ്പിൾ ആസ്പെക്ട്? നമുക്കറിയാം, നമ്മൾ ഓരോ സെൻറ്റൻസും കൺവേ ചെയ്യുമ്പോൾ അവിടെ ടെൻസ് ഫോക്കസ് ചെയ്യണം അല്ലേ? സോ ശ്രീകുട്ടി, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഒരു കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റി ഒരു കാര്യമാണ് കൺവേ ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് ഓൺ ദി പാസ്റ്റ് ടെൻസ്. ഇപ്പോൾ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് ഓൺ പ്രസൻറ്റ് ടെൻസ്. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് ഓൺ ദി ഫ്യൂച്ചർ ടെൻസ്, റൈറ്റ്? സോ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ ആസ്പെക്റ്റ് എന്താണ്? വാട്ട് ഈസ് എ സിമ്പിൾ ആസ്പെക്റ്റ്? ആക്ച്വലി നമ്മൾ സിമ്പിൾ ആസ്പെക്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? വി യൂസ് ദ സിമ്പിൾ ആസ്പെക്റ്റ് ഇൻ ഓർഡർ ടു ടോക്ക് അബൌട്ട് ജനറൽ, പെർമനൻറ്റ് ഓർ റിപ്പീറ്റഡ് ആക്ഷൻസ്. ഓക്കെ, സോ സിമ്പിൾ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ജനറലായിട്ട് നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഓർ പെർമനൻ്റ് ആയിട്ടൊരു കാര്യത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, പെർമനൻ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, ഡെപ്പിക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ആക്ഷനെയാണ് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ആസ്പെക്റ്റാണ് സിമ്പിൾ ആസ്പെക്റ്റ് ഇൻ പെർട്ടിക്കുലർ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഈ ഒരു സിമ്പിൾ ആസ്പെക്റ്റ് എന്ന ഒരു മെയിൻ ടോപ്പിക്ക് മാത്രമാണ്, മെയിൻ കീ എലമെൻറ്റ് മാത്രമാണ് കവർ ചെയ്യുന്നത്. സോ സിമ്പിൾ ആസ്പെക്റ്റ് വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു സിമ്പിൾ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആക്ഷൻ അല്ലെങ്കിൽ ജനറലായിട്ടൊരു കാര്യത്തെ പറ്റി പറയുക, ഓർ അൽസ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെ കൺവേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഈ സിമ്പിൾ ആസ്പെക്റ്റിനെ ആക്ച്വലി നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ എന്ന് വേണമെങ്കിലും പറയാം. നമുക്ക് സിമ്പിൾ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ മേ ബി ഒരു ചെറിയൊരു കൺഫ്യൂഷൻ തോന്നാം അല്ലേ? സോ നമ്മൾ സിമ്പിൾ ആസ്പെക്റ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് present simple or simple present. Either we can use present simple or simple present. Okay, one more comment is received. Onni Krishnan, good morning. So simple present അല്ലെങ്കിൽ present simple. Okay, so the present simple is used to refer to a habitual action or general action. General അല്ലെങ്കിൽ habitual action, നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറുന്ന ഒരു ആക്ഷനെ. ഓക്കെ, വൺ മോർ കമൻറ്റ്. സിനി, ഗുഡ് മോർണിംഗ്. നമ്മളുടെ ജീവിതത്തിൽ ഹാബിച്വലായിട്ടൊരു ആക്ഷൻ മാറുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അതൊരു ഹാബിറ്റായിട്ട് തന്നെ മാറുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു ആസ്പെക്റ്റാണ് സിമ്പിൾ ആസ്പെക്റ്റ് അഥവാ പ്രസൻറ്റ് സിമ്പിൾ ഓർ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും. ഐ ഓഫൺ റീഡ് ബിസിനസ് മാഗസിൻ ഓൺലൈൻ. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ എല്ലാവരും ശ്രദ്ധിക്കുക. I often read online magazines. I often read business magazines online. I often read business magazines online. Okay, ബിസിനസ് മാഗസിൻ ഓൺലൈനായിട്ട് നമ്മൾ റീഡ് ചെയ്യുക. ഓഫൺ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? പെർട്ടിക്കുലർലി ഐ ഓഫൺ എന്നാൽ about mean. Okay, good morning. Okay, Unnikrishnan asks, he has one doubt. Okay, please ask. So if you have any doubts, please do not hesitate to mention it in your comment section. Yes. Okay, Jisa, good morning. So meanwhile, I think we'll continue with this topic. So I often read business magazine online. Business magazine online ആയിട്ട് വായിക്കുന്നു. I often എന്നുള്ള വേർഡിൻ്റെ പെർട്ടിക്കുലർ മീനിങ് എന്താണ്? I often means ഞാൻ മിക്കപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും. മിക്കപ്പോഴും ഞാൻ ഈ ഒരു ഓൺലൈൻ മാഗസിൻസ് വായിക്കാറുണ്ട്. സോ ഓഫൺ എന്ന് പറയുമ്പോൾ പലപ്പോഴും വായിക്കാറുണ്ട്. അത് നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹാബിച്വൽ ആക്ഷനായിട്ട് മാറുകയാണ് അല്ലേ?
സോ ഈ ഒരു ഹാബിച്വൽ ആക്ഷനായിട്ട് മാറുന്ന അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആക്ഷനായിട്ട് മാറുക ഓർ എൽസ് പെർമനൻ്റ് ആക്ഷനായിട്ട് മാറുക, അങ്ങനെയുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓൺലൈൻ മാഗസിൻ വായിക്കുക എന്നത് ഈ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു ആക്ഷൻ അല്ല, ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ മാത്രം സംഭവിക്കുന്ന ആക്ഷൻ അല്ല. ഐ ഓഫൺ എല്ലാ ഡേയ്സിലും ഞാൻ ഈ ഒരു ഓൺലൈൻ മാഗസിൻസ് വായിക്കുന്നു. ദാറ്റ് യു റീഡ് ദീസ് മാഗസിൻസ് ഓൺലൈൻ ഓൾ ദ ടൈം. അതാണ് ഇവിടെ ഇംപ്ലൈഡ് ആവുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത്. യു റീഡ് ദീസ് മാഗസിൻസ് ഓൺലൈൻ ഓൾ ദി ടൈം. ഈ ഒരു മാഗസിൻ എല്ലാ ടൈമും ഞാൻ വായിക്കാറുണ്ട്. സോ എല്ലാ ടൈമും, ഓൾ ദ ടൈം, ഓഫൺ മിക്കപ്പോഴും, എല്ലാ ടൈമിലും, ഓൾ ദ ടൈം. സോ ഇതെന്ന് പറയുന്ന ഒരു റിപ്പീറ്റഡ് ആക്ഷനാണ്, ഒരു ഹാബിച്വൽ ആക്ഷനാണ്. ഓക്കെ, സോ ഹാബിച്വൽ ആക്ഷനാണ്. അതുകൊണ്ട് തന്നെ സോ നമുക്കിതിനെ എന്തെന്ന് പറയാം, ഒരു പ്രസൻറ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ ആസ്പെക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഓക്കെ ഉണ്ണികൃഷ്ണൻ, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഡൗട്ട്. ആക്ച്വലി നമ്മളിത് എല്ലാം തന്നെയാണ്, ഈ ഒരു ഡൗട്ട് എല്ലാം തന്നെയാണ് നമ്മൾ ഈ ഒരു വേർഡ് ഔട്ട് ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചറിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഓരോ ടോപ്പിക്കും പെർട്ടിക്കുലർലി എടുത്ത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു ഇൻഫർമേഷൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു സിമ്പിൾ ആസ്പെക്റ്റ്, നമ്മളെല്ലാ സിമ്പിൾ ആസ്പെക്റ്റ്, അതേപോലെ സിമ്പിൾ പാസ്റ്റ്, എല്ലാ ടെൻസ് അല്ലെങ്കിൽ എല്ലാ ആസ്പെക്റ്റിലൂടെയും നമ്മൾ ഇനി വരുന്ന അപ്കമിങ് ലൈവ് സെഷൻസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ I often read business magazines online. I hope this example is very much clear for you. സോ ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എ ഹാബിച്വൽ ആക്ഷൻ ഓർ ദി ആക്ഷൻ ദാറ്റ് ഹാപ്പൻ റെഗുലർലി, ദി ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പൻ റെഗുലർലി, റെഗുലറായിട്ടൊരു ആക്ഷൻ സംഭവിക്കുകയാണ്, അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സിമ്പിൾ ആസ്പെക്റ്റ് ഓർ പ്രസൻറ്റ് സിമ്പിൾ അഥവാ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഉണ്ണികൃഷ്ണൻ, വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഓരോ ആസ്പെക്റ്റും അതേപോലെ ഈ ഓരോ സെൻറ്റൻസ് സ്ട്രക്ചർ റൂൾസ് ഫ്രം ദി ബേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു ക്ലാസ് ഒരു ഡീറ്റെയിൽ ആ ഒരു എക്സ്പ്ലനേഷനിലൂടെ മാത്രമാണ് നമുക്കൊരു ഒരു ക്ലാരിറ്റി മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ഇന്ന് ബേസ് എന്നുള്ള രീതിയിലാണ് ഫ്രം ദി ബിഗിനിങ്, ഫ്രം ദി സ്റ്റാർട്ട് നമ്മൾ സിമ്പിൾ ആസ്പെക്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് വി വിൽ ഷുവർലി ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഓക്കെ, സോ സിമ്പിൾ ആസ്പെക്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. വാട്ട് ഈസ് സിമ്പിൾ ആസ്പെക്റ്റ്? സോ നൗ വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ വാട്ട് ഈസ് എ പ്രസൻറ്റ് കണ്ടിന്യൂവസ്. പ്രസൻറ്റ് കണ്ടിന്യൂവസ്, ദ സിമ്പിൾ ആസ്പെക്റ്റ്, സിമ്പിൾ പ്രസൻറ്റ് എന്താണ്, പ്രസൻറ്റ് സിമ്പിൾ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് എ പ്രസൻറ്റ് കണ്ടിന്യൂവസ്. പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഇത് മെയിൻലി ആ ഒരു സ്പീക്കിംഗ്, അതേപോലെ തന്നെ സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ Risa, good morning. So we use the continuous aspect to focus on progressive actions that usually happen around the moment of speaking. Okay, actually the present simple tense or the present continuous tense refer to the action that happened around the moment of speaking. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അറ്റ് എ ടൈം ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു ആക്ഷൻ പ്രോഗ്രസ് ആകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആ ഒരു ടെൻസാണ് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസൻറ്റ് അല്ല, പകരം പ്രസൻറ്റ് കണ്ടിന്യൂവസ്. സോ പ്രസൻറ്റ് കണ്ടിന്യൂവസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാവും ദാറ്റ് ING ഫോം ആയിരിക്കും ആ ഒരു വെർബിൻ്റെ കൂടെ. യൂഷ്വലി നമ്മൾ ആ ഒരു ING ഫോം യൂസ് ചെയ്യുമ്പോഴായിരിക്കും യൂഷ്വലി ഈ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. സോ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹാബിച്വൽ ആക്ഷനെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ആക്ഷനാണ് ഇംപ്ലൈ ചെയ്യുന്നതെങ്കിൽ, റെഫർ ചെയ്യുന്നതെങ്കിൽ, വെൻ കമ്മിങ് ടു പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ് എന്ന് പറയുന്നത് ആ ഒരു ടൈം പീരീഡിൽ അറ്റ് ദി മൊമെൻറ്റ് ഓഫ് സ്പീക്കിംഗ് ഓർ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം പീരീഡിൽ അപ്പോൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു ആക്ഷനെ പറയുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so for example, I am reading an interesting book.
ഐ ആം റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഇതൊരു ഹാബിച്വൽ ആക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. സോ ഐ ആം റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് മീൻസ് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ദറ്റ് മീൻസ് അത് ഇനിയും ഒരു ഹാബിറ്റായിട്ട് മാറും, ഒരു പെർമനൻ്റ് ആക്ഷൻ എന്നല്ല ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. പകരം അറ്റ് ദി മൊമെൻറ്റ് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ്, ടൈം പീരീഡ്, ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് അല്ലെങ്കിൽ അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ആ ഒരു മൊമെൻറ്റ്, അറ്റ് ദി മൊമെൻറ്റ് ആ ഒരു വ്യക്തി ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക്, ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ആക്ഷൻ ആ ഒരു ടൈം പീരീഡിൽ മാത്രം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് all of you got the difference between this present simple or simple present as well as the present continuous tense. So if you have any doubts regarding these two, present simple as well as present continuous, please mention it in your comment section. Is it clear, everyone, the difference between simple present as well as present continuous? Okay, one more comment. Sajini, good morning. സോ നിങ്ങളുടെ ഒരു റെസ്പോൺസസ് നമുക്ക് ഈ ഒരു കമൻറ്റ് സെഷനിലൂടെ മാത്രമാണ് കൺവേ ആവുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിഗാർഡിംഗ് ദിസ് ടോപ്പിക്, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, സിനി റിപ്ലൈ. താങ്ക് യു സിനി. What about others? Is it clear? Okay, so why is this useful for IELTS അല്ലേ? സോ IELTS സ്കോർ, ഒരു ഹയസ്റ്റ് IELTS സ്കോർ, നല്ലൊരു IELTS സ്കോർ എങ്ങനെ അച്ചീവ് ചെയ്യണം, എങ്ങനെ ഒരു നല്ലൊരു ബാൻഡ് നമുക്ക് അച്ചീവ് ചെയ്യണം അല്ലേ? ഓക്കെ റീസ, താങ്ക് യു. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും. സോ ഈ ഒരു സിമ്പിൾ ആസ്പെക്റ്റ് അതേപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് ടോപ്പിക്സ്. സോ ഇതെങ്ങനെയാണ്, ഹൗ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ IELTS എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്, ഈ രണ്ട് ആസ്പെക്ട്സ്. In IELTS speaking part 1, you have to answer questions about yourself അല്ലേ. സോ നമ്മൾ IELTS നമ്മൾ സ്പീക്കിംഗ് പാർട്ട് 1 മെയിൻലി നമ്മുടെ പാർട്ട് 1 സ്പീക്കിങ്ങിലാണ് വാം അപ്പ്. വി ഹാവ് ടു സ്പീക്ക് അബൌട്ട് അവർ സെൽസ്, നമ്മളെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ആ ഒരു സ്പീക്കിംഗ് പാർട്ട് 1 നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അല്ലേ. നമ്മളെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ, നമ്മുടെ സെൽഫ് ഇൻട്രോ, നമ്മളുടെ ഒരു ഇൻട്രോ ആണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ പാർട്ട് 1 നമ്മൾ സ്പീക്കിങ്ങിൽ നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. സോ ഈ ഒരു സ്പീക്കിംഗ് പാർട്ട് 1 സ്പെഷ്യലി വി ഹാവ് ടു ഫോക്കസ്, ഓർ യു വിൽ നീഡ് ടു മേക്ക് ഷുവർ യു യൂസ് ദി റൈറ്റ് വെർബ് ടെൻസ്. സോ ഈ ഒരു കാര്യം നമ്മളെപ്പറ്റിയുള്ളൊരു ഇൻട്രോ ആണ് കൊടുക്കുന്നത്. സോ നമ്മളെപ്പറ്റിയുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് യു വിൽ നീഡ് ടു മേക്ക് ഷുവർ, നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു റൈറ്റ് വേർബ് ടെൻസ് ആണോ, യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ദി കറക്റ്റ് വേർബ് ടെൻസ്. കറക്റ്റ് വേർബ് ടെൻസ് ആണോ ഞാൻ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഹാബിച്വലായിട്ടുള്ള ഒരു ആക്ഷനെ പറ്റിയാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആൻസർ പറയണം. ഡു യു ഓഫൺ ലിസൺ ടു മ്യൂസിക് മീൻസ് യെസ് ഐ ഡു ഓഫൺ ലിസൺ ടു മ്യൂസിക് എന്ന് തന്നെ ആയിരിക്കണം നമ്മൾ റിപ്ലൈ ചെയ്യേണ്ടത്. സോ ഓഫൺ ലിസൺ ടു മ്യൂസിക് മീൻസ് അതെൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്, ഓർ ദറ്റ് ആക്ഷൻ ബിക്കെയിം എ ഹാബിച്വൽ ആക്ഷൻ ഫോർ ദറ്റ് പേഴ്സൺ. ആ ഒരാൾക്ക് ആ ഒരു ഹാബിച്വൽ ആക്ഷനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു മ്യൂസിക് ലിസൺ ചെയ്യുന്നത് അല്ലേ. സോ അത്തരത്തിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അതേപോലെ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഐ ആം റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് എന്ന് പറയുന്ന പോലെ ഒരു മൊമെൻറ്റ് ഓഫ് ടൈമിൽ മാത്രം പ്രോഗ്രസ് ചെയ്യുന്ന ആക്ഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് രീതിയിലായിരിക്കും, കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ING ഫോം വെച്ചായിരിക്കും നമ്മൾ അവിടെ ആൻസറിങ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ നമ്മൾ സ്പീക്കിങ്ങിൽ മാത്രമല്ല IELTS റൈറ്റിംഗ് ടാസ്ക് 1 യു മേ ഓൾസോ നീഡ് ദിസ് റൂൾ ഇൻ റൈറ്റിംഗ് ടാസ്ക് 1. ഈ ഒരു റൂള് തന്നെ നമ്മൾ മെയിൻലി എവിടെയും ഫോക്കസ് ചെയ്യണം IELTS റൈറ്റിംഗ് ടാസ്ക് 1, ബിക്കോസ് വെൻ ഡിസ്ക്രൈബിംഗ് ട്രെൻഡ്സ് ഷോൺ ഇൻ ഗ്രാഫ്സ് ഓർ ചാർട്ട്സ്, ഗ്രാഫ്സ് അല്ലെങ്കിൽ ചാർട്ട്സിലെ ട്രെൻഡ്സ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ സിമ്പിൾ ആസ്പെക്റ്റ് ആയിരിക്കണം. സോ ഈ ഒരു സെയിം റൂൾ തന്നെയാണ് ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ടിലെ ട്രെൻഡ്സ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും മെയിൻലി റൈറ്റിംഗ് ടാസ്ക് 1 ട്രെൻഡ്സ് അല്ലെങ്കിൽ ചാർട്ട്സ് അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ ട്രെൻഡ്സ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും വി ഹാവ് ടു ഫോക്കസ്, ഓർ യു നീഡ് ടു അപ്ലൈ ദിസ് റൂൾ ബേസിക്കലി മെയിൻ ഓൺ ദി സിമ്പിൾ ആസ്പെക്റ്റ്.
Actually, you are probably going to use the past symbol quite a lot because in this part you report on situations that happened in the past. Actually, you are probably going to use the past symbol. Past symbol, symbol past, symbol present മാത്രമല്ല സിമ്പിൾ പാസ്റ്റ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട് ബിക്കോസ് ഇൻ ദിസ് പാർട്ട് യു റിപ്പോർട്ട് ഓൺ സിറ്റുവേഷൻസ് ദാറ്റ് ഹാപ്പൺ ഇൻ ദി പാസ്റ്റ് അല്ലേ. പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയുള്ള റിപ്പോർട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ സിമ്പിൾ പാസ്റ്റ് റദർ ദാൻ ദിസ് സിമ്പിൾ പ്രസൻറ്റ് ഓർ പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ദ സിമ്പിൾ ആസ്പെക്റ്റ് ഇൻ IELTS സ്പീക്കിംഗ് ആസ് വെൽ ആസ് IELTS റൈറ്റിംഗ് ടാസ്ക് 1. Okay, thank you, Risa. Good morning, Lakshmi. ഓക്കെ, ഈ ഒരു റൈറ്റിംഗ് ടാസ്ക് 1-ൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബിറ്റ്വീൻ ജാനുവരി ആൻഡ് മാർച്ച് ദ പ്രോഫിറ്റ് റോസ് ബൈ 10%. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റോസ് ബൈ 10% എന്നാണ്. ഒരിക്കലും ബിറ്റ്വീൻ ജാനുവരി ആൻഡ് മാർച്ച്, ജാനുവരിയിലും മാർച്ചിനും ഇടയ്ക്ക് ദ പ്രോഫിറ്റ് റോസ് ബൈ, റൈസ് എന്നല്ല അതിൻ്റെ പാസ്റ്റായി റോസ് ബൈ 10%, ബിക്കോസ് ഓൾറെഡി നടന്ന ഒരു കാര്യമാണ് അല്ല, അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ സിമ്പിൾ പാസ്റ്റ്. ആൻഡ് ദേ പ്രൊഡ്യൂസ് ട്വൈസ് ദി എമൗണ്ട് ഓഫ് കാസ് ഇൻ ജൂൺ. ഓക്കെ, ട്വൈസ് ദി എമൗണ്ട് ഓഫ് കാസ് ആണ് ജൂണിൽ പ്രൊഡ്യൂസ് ചെയ്തത്. സോ ജൂണിൽ കഴിഞ്ഞ കാര്യമാണ്. സോ പ്രൊഡ്യൂസ് അല്ല അവിടെ യൂസ് ചെയ്യുന്നത്, സിമ്പിൾ പാസ്റ്റായ പ്രൊഡ്യൂസ്ഡ് ആണ്. ആ ഒരു വെർബ് എന്ന് പറയുന്നത് V2 ഫോമിലായിരിക്കും. പ്രൊഡ്യൂസ്ഡ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹംഗറി അക്കൗണ്ടഡ് ഫോർ 10% ഓഫ് ദി സ്റ്റുഡൻസ് ഇൻവോൾവ് ഇൻ ദി കോമ്പറ്റീഷൻ. ഹംഗറി അക്കൗണ്ടഡ് എന്ന് പറയുന്നതാണ് ഇവിടെ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്ന വെർബ് എന്ന് പറയുന്നത്. ആൻഡ് ദി ടെൻസ് ഓർ ദി ഫോം ദാറ്റ് വി ഹാവ് ടു ഫോക്കസ് ഹിയർ ഈസ് V2 ഫോം ഓഫ് ദി വെർബ്, ദറ്റ് ഈസ് അക്കൗണ്ട് അല്ല അക്കൗണ്ടഡ്. സോ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു കാര്യം, ദ ആക്ഷൻ ദാറ്റ് സംതിങ് ഹാപ്പൻ ഇൻ ദി പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്. മെയിൻലി റൈറ്റിംഗ് ടാസ്ക് 1-ൽ കഴിഞ്ഞ ഒരു സംഭവത്തെ പറ്റിയുള്ള റിപ്പോർട്ട് എന്തെങ്കിലുമാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദി സിമ്പിൾ പാസ്റ്റ് ടെൻസ്, വിച്ച് മീൻസ് യു ഹാവ് ടു ഫോക്കസ് ഓൺ ദി V2 ഫോം. റാദർ സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന എപ്പോഴാണ് നമ്മളുടെ ഒരു ഹാബിച്വലായിട്ടുള്ള ഒരു ആക്ഷനെ ആണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദി സിമ്പിൾ പ്രസൻറ്റ് ഓർ പ്രസൻറ്റ് സിമ്പിൾ. ആൻഡ് വെദർ ഒരു ആക്ഷൻ ദറ്റ് ഹാപ്പൻഡ് അറ്റ് ദി മൊമെൻറ്റ് ഓഫ് സ്പീക്കിംഗ് ഓർ ദി പ്രോഗ്രസീവ് ആക്ഷൻ, ആ ഒരു മൊമെൻറ്റിൽ മാത്രം പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ആക്ഷനെ റെഫർ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ പ്രസൻറ്റ് കണ്ടിന്യൂസ്, വിച്ച് മീൻസ് ING ഫോം ആയിരിക്കും, verb പ്ലസ് ING ഫോം ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. So that is all about the simple aspect. So the first key element ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, that is the simple aspect. The 7 sentence structure rules-ൽ ഏറ്റവും മെയിൻ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫ്രം ദി ബിഗിനിങ് ഫ്രം ദി സ്റ്റാർട്ട് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ദ സിമ്പിൾ ആസ്പെക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്. സോ ഈ ഒരു സിമ്പിൾ ആസ്പെക്റ്റ് എന്നുള്ള ഒരു ടോപ്പിക് ഈ ഒരു സിമ്പിൾ ആസ്പെക്റ്റിൽ വരുന്നതാണ് സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്. ആൻഡ് ഓൾസോ വി ഡിസ്കസ് ദാറ്റ് പാസ്റ്റ് സിമ്പിൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും തന്നെ ഈ ഒരു ലൈവ് സെഷൻസ് ഇതേപോലെ തന്നെ എൻകറേജ് ചെയ്യുക. ഐ ഹോപ്പ് ദ തിങ് ഓർ ദി ഇൻഫർമേഷൻ ദാറ്റ് ഐ പ്രൊവൈഡഡ് ഇൻ ടുഡേയ്സ് ലൈവ് സെഷൻ ഈസ് വെരി മച്ച് ക്ലിയർ ഫോർ യു. സോ എവ്രിവൺ, ഇസ് ഇറ്റ് ക്ലിയർ? Do you have any doubts regarding today's topic? Simple aspect. Everyone, so it's time to wind up today's live session. So the simple aspect ഇത്തരത്തിലുള്ള എല്ലാ സെന്റൻസ് സ്ട്രക്ചർ റൂൾസിൻ്റെയും ഓക്കെ. ഗുഡ് മോർണിംഗ് അച്ചു. ഓക്കെ സിനി, താങ്ക് യു. സോ ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ റൂൾസ് അല്ലെങ്കിൽ 7 key rules ഫോർ മേക്കിംഗ് എ പെർഫെക്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ ഓഫ് വേർഡ് ഓർഡർ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ, ഒരു ഡീറ്റെയിൽ ക്ലാസ് ആയിരിക്കും നമ്മളിവിടെ ഡയറക്റ്റ് നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ്സസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എല്ലാവരും തന്നെ നമ്മളുടെ ടിച്ചൂസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സസ് അതേപോലെ ഓഫ്ലൈൻ ക്ലാസ്സസ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഈ ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെയുള്ള ക്ലാസ്സസ് ആയിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെയുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഓൺലൈൻ ക്ലാസ്സസിൽ നമുക്ക് ഓരോ ഡേയിലും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി വെരി മച്ച് ഹെൽപ്ഫുൾ ഫോർ യു.
സോ എല്ലാവരും തന്നെ ഇതേപോലെ നമ്മുടെ അക്കാഡമിയും നമ്മുടെ ക്ലാസ്സസിനെ എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ലൈവ് സെഷൻസും ഇതേപോലെ തന്നെ എൻകറേജ് ചെയ്യുക. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് ലൈവ് സെഷൻ. വൺസ് അഗൈൻ ദിസ് ഇസ് മീ ദേവിക ഫ്രം Tiju's Academy. So let's stay tuned for another interesting section. So thank you everyone. Thank you Sajini. Thank you Risa. Thank you Sini. Thank you Lakshmi. Thank you Achu. So thank you everyone. Have a nice day all of you. Thank you so much. Thank you.